എന്തിനാ കരയുന്നത്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എനിക്കറിയാതെ ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്ക് പുതിയ വണ്ടി എടുക്കാനുണ്ട്. അമ്മ എന്തിനാ കരയുന്നത്? വേറെ ആരുടെയും പേരില്ല, എന്റെ പേര് മാത്രമാണ്. ഇയാൾക്കുള്ളതാണോ? എനിക്ക് 1 വയസ്സുള്ളപ്പോ വാങ്ങിച്ച വണ്ടിയാണ്. ഇന്നലെ വരെ ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്തോണ്ടിരുന്ന കേട്ടോ. ഇതിൽ രാത്രി വരെ, ഇന്നലെ രാത്രി 10:30 വരെ ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നതാണ്. അപ്പൊ ഇന്ന് ഈ വണ്ടി എടുക്കാനായിട്ട് ആള് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കിലോമീറ്റർ വന്നിട്ട് 59,559 കിലോമീറ്ററാണ് നമ്മുടെ മീറ്ററിൽ റീഡിങ് വന്നിരിക്കുന്നത് കേട്ടോ. സ്പെഷ്യൽ ആയിട്ടുള്ള റീഡിങ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ചിലപ്പോൾ എടുത്തോണ്ട് പോകും. പുതിയ വണ്ടിക്ക് നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ വണ്ടി അവർക്ക് സറണ്ടർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി എടുക്കാനായിട്ട് ചിലപ്പോൾ ഇപ്പോൾ ആള് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടി കൊടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഇത് 13 വർഷത്തോളം ആകുന്നുണ്ട് ഈ വണ്ടി. 13 മറ്റു പ്രശ്നമൊന്നുമില്ല, നല്ല വണ്ടിയാണ്, ഒതുങ്ങിയ വണ്ടിയാണ്, കംപ്ലൈൻസ് ഒന്നുമില്ല. ഞാനൊന്ന് ഇച്ചിരി ഹൈടെക് ഉള്ള വണ്ടി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ വണ്ടിയാണ്, സ്വന്തം വണ്ടി. എൻ്റെ മോക്ക് 1 വയസ്സുള്ളപ്പോൾ ഞാൻ എടുത്ത വണ്ടിയാണിത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഇത് സുസുക്കിയുടെ എ-സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് ഈ വണ്ടി. VXA ആണ്. ഇതുവരെ തട്ടലോ മുട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല. ഇതിന്റെ ലൈറ്റിന്റെ ഒരു കൊണ്ട് നല്ല ക്ലിയർ ആണ് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് കഴുകിയിട്ടില്ല. അതിന് മുമ്പോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി തന്നെ കൊണ്ട് കിടക്കുന്നതാണ്. പുതിയ ബാറ്ററി നമ്മൾ മാറിയിട്ടുണ്ട്, ഇൻഷുറൻസ് പുതിയ എടുത്തിട്ടുണ്ട്. പിന്നെ ടയർ നല്ല കോമയുടെ ടയറാണ്, നല്ല ടയറാണ്, കട്ടിയുണ്ട്, നല്ല ടയറാണ് കേട്ടോ. നല്ല ടയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഫ്രണ്ടിൽ കോമയുടേതും ബാക്കിൽ ചെയ്ത് നമുക്ക് വന്നിട്ട് നമ്മുടെ അപ്പോളോയുടെ ടയറാണ്. അതും അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ്. കണ്ടാ നമ്മുടെ വണ്ടി കണ്ടാ 4 വിൻഡോയും നമുക്ക് പവറാണ് വരുന്നത്. VXA ആണ്. ഇതാണ് വണ്ടി കേട്ടോ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഇത്രയും വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന മോഡൽ വണ്ടി. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് നമുക്കൊരു വാഗണർ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മൈജോ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചേർത്തലയ്ക്കാണ് നമ്മൾ ഈ കൊടുക്കുന്നത് ഈ വണ്ടി. എന്താ കാര്യം ചോദിച്ചാൽ, ഞാനിവിടെ പല കമ്പനിക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ വണ്ടിക്ക് വേണ്ടുന്ന വില കിട്ടിയില്ല. അപ്പം മൈജോ മോട്ടോഴ്സിന്റെ ആൾ വന്ന് ഇത് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് അവരാണ് എനിക്ക് ഇതിനകത്ത് നല്ലൊരു പ്രൈസ് തന്നിരിക്കുന്നത് എൻ്റെ പഴയ വണ്ടിക്ക്. കാരണം നമ്മുടെ പഴയ വണ്ടി ഇതിനകത്ത് എവിടെയും പോയി തട്ടുവോ മുട്ടുവോ മറ്റു വാച്ചുവർക്കോ പെയിന്റിങ്ങോ ഒന്നും ചെയ്തിട്ടുള്ള വണ്ടിയല്ല. അപ്പൊ അതൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കീപ്പ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പൊ അത്രയും നല്ല കുട്ടപ്പനായിട്ടുള്ള ഒരു വണ്ടി നമുക്ക് അങ്ങനെ ഒരു കുറഞ്ഞ റേറ്റ് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. അതാണ് ഞാൻ മൈജോ മോട്ടോഴ്സിന് നമ്മൾ ഈ വാഹനം കൊടുക്കാനായിട്ട് റെഡിയായത്. അതുപോലെ പുതിയ വാഹനത്തിന് നമുക്ക് നല്ലൊരു പ്രൈസ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ചേർത്തലയാണ് ഇതിന്റെ. അപ്പോൾ അവിടുത്തെ സെയിൽസിന്റെ മാനേജർ സുനിൽ എന്നാണ് സാറിന്റെ പേര്. നമ്മുടെ സൂരജാണ് അവിടുത്തെ നമുക്ക് ഈ വാഹനത്തിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ തരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരായിട്ട് ഞാൻ പോയി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വണ്ടി അവരുടെ കമ്പനിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വണ്ടി വരുമ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, വണ്ടി കണ്ടല്ലോ, ഒന്ന് തുറന്നേ മോനെ, അത് തുറന്നു. കണ്ടോ, ആണ് നമ്മുടെ വണ്ടിയുടെ ഉൾവശം. ചാവി 2 കീ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് കവറൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് എടുത്ത സമയത്ത് ഞാൻ 2013 വാഹനം എടുക്കുന്നത്. അതായത് അന്ന് ചെയ്ത ഈ സീറ്റ് കവറാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. പെൻഡിങ് ഉണ്ട്. അപ്പൊ അത് തന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. സീറ്റ് കവറൊന്നും മാറിയിട്ടില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. സ്റ്റീരിയോ ഉണ്ട്. സ്റ്റീരിയോയ്ക്ക് ഞാൻ ഇവിടെ ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ പോയിട്ട് ഓൺ ആക്കേണ്ട സ്വിച്ച് വന്നതോ അത് ഓൺ ആക്കിയാൽ മാത്രം. 59,589 കിലോമീറ്റർ നമ്മൾ ഈ വാഹനം എടുത്തോണ്ട് പോയിട്ട് അവരവരുടെ ലേഡൗണിലേക്കും കൊണ്ടുപോകുന്ന സമയത്തുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഇനി ആ കിലോമീറ്ററിൽ വരുള്ളൂ. ഇത് കണ്ടോ, സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതും നല്ല കണ്ടീഷനായിട്ടൊക്കെ പോകുന്നുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സൈഡൊക്കെ കണ്ടോ, വാച്ച് വർക്ക് ഒന്നും ചെയ്തതല്ല. കേട്ടെന്നാണെങ്കിൽ 998 1000 cc ആണ് ഇതിന് വണ്ടിയുടെ കപ്പാസിറ്റി വരുന്നത്.
പിന്നെ അതിന്റെ പേരൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടാ എടുക്ക് ധൈര്യമായിട്ട്. മോനെ റോഡിൽ നോക്കിക്കാണേ. അപ്പോൾ എല്ലാം പറഞ്ഞ കണക്ക് ഓക്കെ. അങ്ങനെ നമ്മുടെ കാറ് കൊടുത്തു ഗായ്സ്. ആൻസമാനെ നമ്മുടെ വണ്ടി വിറ്റ് ഇങ്ങോട്ട് അയ്യോ ഇങ്ങോട്ട് വന്ന് മക്കൾ ഇങ്ങോട്ട് വന്ന് എന്തിനാ കരയുന്നത്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അയ്യോ ഇങ്ങോട്ട് നോക്ക്. എന്തിനാ കര താടർന്ന് കരയുന്നത്? അയ്യോ എടിക്കറിയാതെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്ക് പുതിയ വണ്ടി എടുക്കാനുണ്ട്. അമ്മ എന്തിനാ കരയുന്നത്?